ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് യൂറിനറി ഇൻഫെക്ഷൻ, UTI, മൂത്രച്ചൂട്, മൂത്രപ്പഴുപ്പ്, മൂത്രക്കടച്ചിൽ, എന്ത് വേണമെങ്കിലും പറയാം. ഇതെല്ലാം ഒന്നാണ്. ആക്ച്വലി എന്താണിതെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒറ്റയ്ക്കാണോ ഈ സിംറ്റം ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. ശരിക്കും 50% സ്ത്രീകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവർക്ക് മൂത്രക്കടച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. UTI എന്നാണ് മെഡിക്കൽ സയൻസിൽ അതിനെ ഷോർട്ട് ഫോമിൽ പറയാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എനിവേ, എവിടെയാണ് ഈ അസുഖം ബാധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഭാഗത്താണ്. അതായത് മൂത്രനാളിയിലാവാം, യുരത്രൈറ്റിസ് എന്ന് പറയും. അല്ല, മൂത്രനാളിയിലേക്ക് മൂത്രം വരുന്ന ഒരു ബ്ലാഡർ ഉണ്ട് നമ്മുടെ അടിവയറ്റിൽ, അതിലാവാം, അതിന് നമ്മൾ സിസ്റ്റൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ബ്ലാഡറിലും ആവാം, അല്ലെങ്കിൽ മൂത്രനാളിയിലും ആവാം. അല്ലാതെ വേണമെങ്കിൽ ഇത് കിഡ്നിയിൽ നിന്നാണല്ലോ ഈ ബ്ലാഡർക്ക് നമുക്ക് യൂറിൻ വരുന്നത്, കിഡ്നിയിൽ നിന്നാണല്ലോ നമ്മുടെ ബ്ലാഡർക്ക് യൂറിൻ വരുന്നത്. അപ്പോൾ കിഡ്നിയിലേക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം, ഈ മൂത്രക്കടച്ചിലുണ്ടാക്കുന്ന അണുബാധ, എവിടെ പ്രോബ്ലം എന്ന് വെച്ചാൽ യുറത്രൈറ്റിസ് എന്ന് പറയുന്ന യൂറിനറി നാളിയിലും അതുപോലെ മറ്റടുത്ത് നമ്മുടെ ബ്ലാഡറിലും ആയിരിക്കും. ഈ ബ്ലാഡറിലെ അണുബാധ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മേലേക്ക് കയറി നമ്മുടെ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. കിഡ്നി ഇൻഫെക്ഷൻ ഉണ്ടായാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയാത്തതിന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിസ്സാരമായ ഈ അസുഖം നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് കളയേണ്ട, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ മാറും എന്നൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു തരാം. ജസ്റ്റ് ഫോളോ മീ. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് ഒരു കടച്ചിൽ, അല്ലെങ്കിൽ ഒരു പുകച്ചിൽ, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുക, എപ്പോഴും മൂത്രമൊഴിക്കാൻ പോവുക, ബാത്റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെയും മൂത്രം ഒഴിക്കാണ്ടെന്ന് തോന്നുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് നമ്മൾ ബാത്റൂമിൽ ചെല്ലുമ്പോൾ മൂത്രമൊന്നും പോകാതിരിക്കുക. ഇങ്ങനെ പല രൂപത്തിൽ ഇത് വരാം. ചിലപ്പോൾ വയസ്സായ ആൾക്കാരിൽ ഇതെങ്ങനെ വരിക എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് അനുസരിച്ച് ഇത് മാറാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ഡിസ്യൂറിയ എന്നാണ് അതിന് പറയുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സിംറ്റം ആയിട്ടായിരിക്കും നമ്മൾ പോവുക. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നല്ല പനി ഉണ്ടാവും, വിറച്ച് പനിക്കുമെന്ന് മാത്രമല്ല, ഒരു കുളിർന്ന് വിറച്ച് പനിക്കും. അതിനൊക്കെ പുറമേ ആയിട്ട് നമ്മൾ അടിവയറ്റിൽ വേദന, അല്ലെങ്കിൽ ഊരക്ക് വേദന. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കിഡ്നിയൊക്കെ അവിടെയുള്ള കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചാൽ നമ്മൾ അതിനെ പയലോനെഫ്രൈറ്റിസ് എന്നാണ് പറയുക. അങ്ങനെയൊക്കെ വന്നാലാണ് ഈ വേദനയൊക്കെ വരിക. പക്ഷേ ഒപ്പം ഈ മൂത്രച്ചൂടിൻ്റെ ഒപ്പം വരുന്ന വേദന കിഡ്നിയെ ബാധിച്ചിട്ടാണെന്നൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. ജസ്റ്റ് കുറച്ച് മരുന്നുകൾ കഴിച്ചാൽ മാറുന്നതേ ഉള്ളൂ. പോരാത്തതിന് ചിലപ്പോൾ ചിലർക്ക് ന്യൂസിയ, വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനം പുരട്ടലും ഛർദിയൊക്കെ ഉണ്ടാവും. ഒക്കെ ഛർദിക്കാൻ വരുന്ന പോലെ ഫസ്റ്റ് തോന്നിയിട്ട് ഛർദിയൊക്കെ ഉണ്ടാവും. പോരാത്തതിന് ഞാൻ എന്തുകൊണ്ടാണ് ഫീമെയിൽസിൽ, സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഈ മൂത്രച്ചൂടിൻ്റെ അസുഖം ഉണ്ടാവില്ല എന്നല്ല, സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടാൻ കാരണം ഇവരുടെ മലദ്വാരവും അതുപോലെ മറ്റു ഭാഗങ്ങളും എല്ലാം എടുത്തെടുത്താണ്. അല്ല, ഈ മൂത്രനാളിയും മറ്റു ഭാഗങ്ങളൊക്കെ എടുത്തെടുത്താണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ ടോയ്ലറ്റ് പോയി ഫ്ലഷ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് ഒരിക്കലും ഫ്ലഷ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, മുന്നിൽ നിന്ന് ബാക്കിലേക്ക് ഫ്ലഷ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിലൂടെ വരുന്ന ഈക്കോളൈ പോലുള്ള ബാക്ടീരിയകൾ നമ്മുടെ മൂത്രനാളിയിലൂടെ കയറിയിട്ട് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഫ്ലഷ് ചെയ്യേണ്ടത്. ബാക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഫ്ലഷ് ചെയ്യരുത്. പോരാത്തതിന് സ്ത്രീകളിൽ നമ്മുടെ മൂത്രനാളി പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അതായത് ചെറുതായതുകൊണ്ട് അതിലൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ പല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടല്ലോ, അത് കയറും. അതാണ് ഒരു റീസൺ. രണ്ടാമത്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ എപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലില്ല. അതൊരു കാരണമാണ്. അവർ മൂത്രം ഇങ്ങനെ പിടിച്ചു വെച്ച യാത്രയൊക്കെ പോകുമ്പോൾ പിടിച്ചു വെക്കാൽ നമ്മുടെ നമ്മുടെ മൂത്രനാളിയിലൊക്കെ കുറച്ച് അണുക്കളുണ്ട്. ആ അണുക്കൾ ആ മൂത്രം അവിടെ കെട്ടി നിൽക്കുമ്പോൾ അവർക്ക് നല്ല സുഖമായി, അവർ നേരെ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഷുഗറുള്ള പേഷ്യൻ്റ് വിചാരിച്ചോ, ഡയബറ്റീസ്, ഷുഗറുള്ള പേഷ്യൻ്റ് എന്താ സംഭവിക്കുക വെച്ചാൽ ഷുഗർ, ഗ്ലൂക്കോസ് കൂടുതൽ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പ്രതിരോധം കുറയും. ബോഡിയുടെ പ്രതിരോധം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരും. എല്ലാ അണുക്കളും നമ്മൾ അണുബാധ ഉണ്ടാക്കും. അപ്പോൾ ഈ അണുബാധയാണല്ലോ നമ്മൾ UTI എന്ന് പറയുന്നത്, മൂത്രച്ചൂട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയബറ്റിക് ആയ പേഷ്യൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ രോഗപ്രതിരോധം കുറഞ്ഞു എന്ന് വിചാരിച്ചു, ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നെടുക്കുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ എന്താ പറയുക HIV പോലുള്ള ഡിസീസിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും ഇതിന്. പിന്നെ മാത്രമല്ല, ഈ മൂത്രച്ചൂടുള്ളവർ ഈ നമ്മുടെ കുവവെള്ളം അതുപോലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. പ്രോബയോട്ടിക്സ് പോലെ എന്ത് പറഞ്ഞാൽ കേട്, അതായത് തൈരൊക്കെ കഴിച്ചാൽ നല്ലതാണ്.
ഓക്കെ. പിന്നെ ഇവർക്ക് അതായത് UTI ഉള്ള പേഷ്യൻസിന് നല്ലതായിട്ട് സ്മെല്ലടിക്കും, അതായത് യൂറിൻ നല്ല സ്മെല്ലുണ്ടാവും. അതിനൊക്കെ പുറമേയായിട്ട് നമുക്ക് യൂറിൻ ചിലപ്പോൾ കളർ മാറും. ഇങ്ങനത്തെ കുറേ സീരിയസ് ആയിട്ട് ഇൻഫെക്ഷൻ മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ ബ്ലഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ഏജിൽ ഇവർക്ക് കൺഫ്യൂഷനാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നിക്ക് ഇൻഫെക്ഷൻ വരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ യൂറിൻ ഉറ്റി ഇങ്ങനെ വരാം. അത് ചിലപ്പോൾ ഈ UTIൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ഈ പ്രോസ്റ്റേറ്റ് വലുതായാൽ ഈ UTI ഇടയ്ക്കിടയ്ക്ക് വരും, ഈ മൂത്രച്ചൂട് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ശരിയല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കാനിങ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. പോരാത്തതിന് കിഡ്നി സ്റ്റോൺ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി, അതായത് സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടോ, ഈ സ്റ്റോൺ ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് തടസ്സം നിന്നാലും മൂത്രം കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ സ്റ്റോണ് അതുപോലെ പ്രോസ്റ്റേറ്റിസ് ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടോ അല്ലെന്ന് നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സ്കാനിങ് എടുക്കാം. പോരാത്തതിന് സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഓപ്പറേഷനൊക്കെ വേണ്ടി എന്നാൽ നമുക്കൊരു CT എടുക്കാം. ഇനി നമുക്ക് പ്രിവെൻഷൻ ഇതെങ്ങനെ തടയാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ടീരിയ ആണല്ലോ ഇത് പ്രോബ്ലം. ഡോക്ടർ 3 ടെസ്റ്റ് എഴുതുക. ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയ ഉണ്ടോ, കൊഴുപ്പിൻ്റെ കോശങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. രണ്ടാമത് ഡോക്ടർ കൾച്ചർ ചെയ്യും. യൂറിൻ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വളർത്തിയിട്ട് ആ ബാക്ടീരിയക്ക് കൊല്ലാൻ പറ്റിയ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻറ്റിബയോട്ടിക് വഴിയാണ് ഈ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ്. പോരാത്തതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ കിഡ്നി ഞാൻ പറഞ്ഞല്ലോ സ്കാനിങ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇനി സ്കാനിങ് ഫർദർ ചിലപ്പോൾ CT എടുക്കേണ്ടി വരും. പിന്നെ ഞാനിത് എങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കുറേ വെള്ളം കുടിക്കുക. 3 ലിറ്റർ പെർ ഡേ, 3 ലിറ്റർ ഒരു ദിവസം. അങ്ങനെ വെള്ളം കുടിച്ചാൽ ഇങ്ങനത്തെ ബാക്ടീരിയ ഒക്കെ പോകും. പക്ഷേ ഒരിക്കലും വെള്ളം കുടിച്ചുകൊണ്ട് വീട്ടിലിരിക്കരുത്. ഇത് ആൻറ്റിബയോട്ടിക് എടുത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കിഡ്നീനെ വരെ ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ 3 ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കണം. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ പറ്റും. ജ്യൂസ് കുടിച്ച പ്രോബ്ലം എന്താ വെച്ചാൽ അതിൽ ഷുഗർ അല്ല, അപ്പോൾ ഷുഗർ കൂടും. പക്ഷേ ഫ്രൂട്ട്സ് നമുക്ക് തിന്നാം. ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കുടിക്കരുത്. പക്ഷേ ഒരു ജ്യൂസ് ഉണ്ട്, അത് UTIയിൽ നല്ലതാണെന്ന് പറയുന്നു. ക്രാൻബെറി ജ്യൂസ് എന്നാണ് നമ്മൾ നെറ്റിൽ നിന്ന് കിട്ടും. അത് ക്രാൻബെറി ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെച്ചിപ്പയാണ് ക്രാൻബെറി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ബെറീസ് ഒക്കെ വളരെ നല്ലതാണ് കഴിക്കാനെന്ന്. അതുപോലെ പിന്നെ കുവ, സംഭാരം, ഉലുവ വെള്ളം അതൊക്കെ വളരെ നല്ലതാണ്. പോരാത്തതിന് നെല്ലിക്ക, ഓറഞ്ച് പോലുള്ള വൈറ്റമിൻ C കണ്ടെയ്നിങ് ഫുഡ്, വൈറ്റമിൻ C ഉള്ള ഫ്രൂട്ട്സ് അതും നല്ലതാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ കേട്, അത് നല്ലതാണ്. പിന്നെ ഈ നമ്മുടെ കല്യാണം കഴിച്ച ഉടനെയൊക്കെ ഇങ്ങനത്തെ ഹണിമൂൺ യുറത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഹണിമൂൺ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. അത് പേഴ്സണൽ ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വാഷ് ചെയ്യുക, ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യരുത്. ചില സ്ത്രീകളിൽ ആർത്തവ വിരാമം, അതായത് 45 to 50 ഏജിലൊക്കെ എന്ത് ചെയ്യും, ആർത്തവം നിൽക്കും, മെനാപ്പോസ്. ഈ ടൈമിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈസ്ട്രോജൻ കുറഞ്ഞിട്ട് നമ്മുടെ UTI വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും UTI ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇവൻ ഹൈജീനിക് അല്ല, അല്ലെങ്കിൽ വൃത്തിയില്ലാത്തവൻ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു എന്താ പറയുക, പലരിലും വന്ന് പോകുന്ന. ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയ കാണും. 6 മാസത്തിൻ്റെ ഉള്ളിൽ 2 പ്രാവശ്യം അങ്ങനെ 1,00,000 ബാക്ടീരിയ പെർ ml, ഒരു ml യൂറിനിൽ 1,00,000 ബാക്ടീരിയ കണ്ടാൽ അതൊക്കെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടാൽ റിക്കറൻറ്റ് UTI. ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറഞ്ഞ ഡോസിൽ ആൻറ്റിബയോട്ടിക് ലോങ് ടൈം, കൂടുതൽ ടൈം എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ നന്നായി വെള്ളം കുടിച്ചാൽ ബാക്ടീരിയ ഇറ്റ് സെൽഫ് റിസോൾവിങ്ങും ആണ്. പക്ഷേ ഇത് നമ്മുടെ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ അറിയാം. ഇപ്പോൾ ഈ വെറുതെ ഒരു പനി, കുട്ടികളിൽ എന്താ സംഭവിക്കുക വെച്ചാൽ വെറുതെ ഒരു പനി, ജലദോഷമില്ല, തൊണ്ടവേദന ഒന്നുമില്ല, മേ ബി ഇറ്റ്സ് UTI. അത് UTI ആവാൻ ചാൻസ് ഉണ്ട്. ഓൾഡ് ഏജിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ബാക്കിയുള്ളവരിൽ നല്ല ഫിഗർ, നോസിയ, വോമിറ്റിംഗ്, ഫീവർ വിത്ത് റിഗർ ആൻഡ് ചിൽസ് പോലുള്ള സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ UTI എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്താ എനിക്ക് പറയാനെന്ന് വെച്ചാൽ UTI ഉണ്ടാകുമ്പോൾ നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഈ ആൻറ്റിബയോട്ടിക് കൃത്യമായിട്ട് എടുക്കുക. ആൻറ്റിബയോട്ടിക് ഏത് വേണമെന്ന് അറിയാനാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, കൾച്ചറിനായി. Okay, hope you understood all my points. Thank you for watching. Subscribe me, like me and support me. Okay, ഒരു കാര്യം പറയാൻ മറന്നു. ഇങ്ങനത്തെ വീഡിയോസും അസുഖങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.